2015 ഓഗസ്റ്റ് 17-നാണ് സംസ്ഥാന സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിൽ തുറമുഖ നിർമ്മാണത്തിനും നടത്തിപ്പിനുമായി കൺസെഷൻ കരാറിൽ ഏർപ്പെട്ടത്. തുടർന്ന് 2015 ഡിസംബർ 5-ന് തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി. കൺസെഷൻ കരാർ പ്രകാരം ഒന്നാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടിയിരുന്നത് 2019 ഡിസംബർ 3-നായിരുന്നു. എന്നാൽ പദ്ധതി നിർദ്ദിഷ്ട കാലയളവിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നു. തുടർന്ന് സർക്കാരും അദാനി കമ്പനിയും തമ്മിലേർപ്പെട്ട സപ്ലിമെന്ററി കൺസെഷൻ കരാർ പ്രകാരം തുറമുഖത്തിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് 2024 ഡിസംബർ 3-ന് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചു. 2960 മീറ്റർ നീളത്തിലുള്ള പുലിമുട്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 2016-26 കാലയളവിൽ സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി ചെലവാക്കിയിട്ടുള്ളത് 3085.52 കോടി രൂപയാണ്. സർ, തുറമുഖ നിർമ്മാണത്തിന് ഗ്രാന്റായി അദാനി കമ്പനിക്ക് നൽകേണ്ട 1635 കോടി രൂപയിൽ 817.80 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വയബിലിറ്റി ഗ്യാപ്പ് സ്കീമിൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി പദ്ധതിക്ക് അനുവദിച്ചിട്ടുള്ളത്. പദ്ധതിക്കായി ഒപ്പിട്ട ത്രികക്ഷി കരാറിൻ്റെയും പ്രീമിയം ഷെയറിംഗ് എഗ്രിമെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിൽ അദാനി കമ്പനിക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി 817.80 കോടി രൂപ പൂർണ്ണമായും ലഭ്യമാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി 475 കോടി രൂപയുടെ സമഗ്ര പുനരധിവാസ പാക്കേജിന് 2015 ഉമ്മൻചാണ്ടി സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. പദ്ധതി പ്രദേശത്ത് ഭാവിയിൽ തീരശോഷണം മൂലം വീട് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരുടെ പുനരധിവാസം കൂടി ഉറപ്പാക്കുന്നതായിരുന്നു പ്രസ്തുത പാക്കേജ്. തുറമുഖ നിർമ്മാണം മൂലം ജീവനോപാധി നഷ്ടപ്പെടുന്ന പ്രദേശവാസികളുടെ പരാതികൾ പരിഹരിക്കുന്നതിനും ജീവനോപാധി നഷ്ടപരിഹാരം നൽകുന്നതിനുമായി റവന്യൂ ഡിവിഷണൽ ഓഫീസർ തിരുവനന്തപുരം ചെയർമാനായ 5-അംഗ ലൈവ്ലിഹുഡ് ഇംപാക്ട് അപ്രൈസൽ കമ്മിറ്റിയെയും ഇതിന്മേൽ ഉയരുന്ന അപ്പീലുകൾ പരിഗണിച്ച് പരിശോധിക്കുന്നതിന് ജില്ലാ കളക്ടർ തിരുവനന്തപുരം ചെയർമാനായ 5-അംഗ LIAC അപ്പീൽ കമ്മിറ്റിയെയും സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങളിലായി നാളിതുവരെ 114.54 കോടി രൂപ ജീവനോപാധി നഷ്ടപരിഹാര ഇനത്തിൽ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിൽ 2016 മുതൽ 26 വരെയുള്ള കാലയളവിൽ 106.54 കോടി രൂപയാണ് ജീവനോപാധി നഷ്ടപരിഹാരമായി വിതരണം ചെയ്തിട്ടുള്ളത്. ശ്രീമതി OS അംബിക. സാർ, ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം പതിറ്റാണ്ടുകൾ പദ്ധതി കടലാസിൽ മാത്രം ഒതുങ്ങിയ പദ്ധതിക്ക് പുതുജീവൻ നൽകി വെക്കുകയും യാഥാർത്ഥ്യമാക്കിയത് സർക്കാർ LDF സർക്കാരാണ് കഴിഞ്ഞ കാലങ്ങളിൽ. പോട്ടെ, ചോദ്യോത്തരല്ലേ? ചോദ്യം ചോദിച്ചോളൂ, വേഗം ചോദ്യം ചോദിച്ചോളൂ. സർ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുലിമുട്ടിൽ ഫ്ലോട്ടറുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപാദനത്തിന് തിരമാലകളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനത്തിന് പദ്ധതിയുണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ക്ലിയർ ആയില്ലേ? അവസാനത്തെ ഉൽപാദനത്തിന് പദ്ധതിയുണ്ടോ തിരമാലകളിൽ നിന്നുള്ള? സാർ, തീർച്ചയായിട്ടും ഒരു പോർട്ട് വരുമ്പോൾ നമ്മൾ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ആലോചിക്കേണ്ടത്. പോർട്ടിൽ ഹാർബറിൽ നടക്കുന്ന ആക്ടിവിറ്റിക്ക് അപ്പുറം ഔട്ട് ഓഫ് ഹാർബർ ആക്ടിവിറ്റിക്കാണ് ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. കാരണം സർക്കാരിന് വരുമാനമുണ്ടാകാനും സാമ്പത്തിക നടപടികൾ, എക്കണോമിക് ആക്ടിവിറ്റി കൂടുതൽ ഉണ്ടാകേണ്ടതും പോർട്ടിന് പുറത്താണ്. അപ്പോൾ പോർട്ടുമായി ബന്ധപ്പെട്ട കണക്ടിവിറ്റികൾ, ഇപ്പോൾ റെയിൽ കണക്ടിവിറ്റി തീർക്കാമെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷെ ഒന്നും ആയില്ല 10 വർഷത്തിനിടയിൽ. റോഡ് കണക്ടിവിറ്റി തീർക്കാമെന്നാണ് പറഞ്ഞിരുന്നത്, സാർ ഒന്നും ആയില്ല. അത് സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയായിരുന്നു, റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള കൂടുതൽ സാധ്യതകൾ തേടണം. കാരണം കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട സബ്സിഡിയറി ഇൻഡസ്ട്രീസ്, ഇതുമായി ബന്ധപ്പെട്ട് പോർട്ട് റിലേറ്റഡ് ഇൻഡസ്ട്രീസ് ഉണ്ടാകണം, അതിൽ നിക്ഷേപം ഉണ്ടാകണം എന്നെല്ലാം ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. സർ, അതിനാവശ്യമായ വൈദ്യുതി കണക്കാക്കി വൈദ്യുതി ഉൽപ്പാദനം, അത് റിന്യൂവബിൾ എനർജി ആണോ മറ്റേതെങ്കിലും തരത്തിലുള്ള വൈദ്യുതിയാണോ എന്ന് ആലോചിച്ച് തീർച്ചയായും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചെലവഴിച്ച തുക വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിനത്തിലെ 817.8 കോടി രൂപ തിരിച്ചടക്കണമെന്നാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ നിബന്ധന. ഇതിൽ ഇളവ് നൽകണമെന്ന ആവശ്യം സംസ്ഥാനം അറിയിച്ചിരുന്നു. നിലവിലെ അവസ്ഥ വിശദീകരിക്കാം. സർ, ഇത് നേരത്തെ തന്നെ തിരിച്ചടയ്ക്കണമെന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടത്. അത് ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. കാരണം അത് കേന്ദ്രം തരേണ്ട ഫണ്ടാണ് എന്നുള്ള നിലപാടാണ് കഴിഞ്ഞ സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. ഈ സർക്കാരിൻ്റെയും നിലപാട് അത് തന്നെയാണ്. അതിൽ നിന്ന് വേറെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല.
ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി. സാർ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തിപ്പിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡിൻ്റെ 49% ഓഹരി MSC ഗ്രൂപ്പിൻ്റെ ഉപവിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡിന് കൈമാറുന്നതായുള്ള വാർത്ത നമ്മുടെ ഗവൺമെൻറ് എങ്ങനെ വിലയിരുത്തുന്നു എന്ന് വ്യക്തമാക്കാം. സർ, ഇത് സംബന്ധിച്ച വാർത്തകൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ സർക്കാരിനോട് ഇതിനുള്ള അനുമതി തേടിയിട്ടില്ല. കൺസെഷനെയർ പ്രകാരം അതിലെ ക്ലോസ് 5(3) പ്രകാരം സർക്കാരിൻ്റെ അപ്രൂവൽ ഇല്ലാതെ അവർക്ക് ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സർക്കാരിൻ്റെ അനുമതി വേണം, സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം, ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അനുമതി വേണം. അങ്ങനെ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വന്നിട്ടില്ല. ശ്രീ CK ഹരീന്ദ്രൻ. സാർ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2ാം ഘട്ട പണി ആരംഭിച്ചു കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്. വളരെ മന്ദഗതിയിലാണ്. പരിശോധിച്ചിട്ടുണ്ടോ, എപ്പോൾ പൂർത്തിയാക്കാനാവും? അതോടൊപ്പം ക്രൂയിസ് കപ്പലുകളുമായി ബന്ധപ്പെട്ട അനുമതി ലഭിച്ചിട്ടുണ്ടോ? അതിനുള്ള നീക്കങ്ങൾ വല്ലതും ആരംഭിച്ചിട്ടുണ്ടോ? അനുബന്ധ വ്യവസായ വികസനത്തിനായി എത്രമാത്രം സ്ഥലം കണ്ടെത്തി? നടപടികളുടെ പുരോഗതി വ്യക്തമാക്കാം. സാറേ, യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഈ പദ്ധതിയുടെ 2ാം ഘട്ടം പൂർത്തിയാക്കേണ്ടത് 2028-ലാണ്. ആ 2ാം ഘട്ടം പൂർത്തിയാകുന്നതിനുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും ഈ പോർട്ടിനുണ്ടാവും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുപ്പുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതെല്ലാം വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. കാരണം നമ്മൾ സ്ഥലം ഏറ്റെടുത്ത് ഇതിൻ്റെ അനുബന്ധ വ്യവസായങ്ങൾക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തില്ലെങ്കിൽ തൊട്ട അയൽപ്പക്കത്തെ സംസ്ഥാനം അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മളെക്കാൾ വേഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി തമിഴ്നാട് ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ആകാൻ വേണ്ടിയിട്ടുള്ള നല്ല ശ്രമങ്ങളാണ് തമിഴ്നാട് നടത്തിയിട്ടുള്ളത്. ദൗർഭാഗ്യവശാൽ ഈ പോർട്ടുമായി ബന്ധപ്പെട്ട പോർട്ട് റിലേറ്റഡ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന പോർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് കൂടി നമ്മൾ ഈ ഔട്ട് ഓഫ് ഹാർബർ ഡെവലപ്മെൻറ്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഔട്ട് ഓഫ് ഹാർബറിന് പുറത്തുള്ള ഡെവലപ്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെ ഒരു വിഴിഞ്ഞം തുറമുഖം മാത്രമായി അവശേഷിക്കും. അതൊരു ഗേറ്റ് വേ മാത്രമായിട്ട് അവശേഷിക്കും. സംസ്ഥാന സർക്കാരിന് ഈ സംസ്ഥാനത്തിന് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാകാൻ, കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാകാൻ, സംസ്ഥാനത്തിൻ്റെ GST വരുമാനം വർദ്ധിപ്പിക്കാൻ, സംസ്ഥാനത്തിന് കൂടുതൽ ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള നല്ല അവസരമാണ് ഈ പോർട്ടുള്ളത്. പക്ഷേ അതിനനുബന്ധമായി സർക്കാർ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ വളരെ മന്ദഗതിയിലാണ് പോയിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പോർട്ട് കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും പ്രധാനമാണ്. ഈ റോഡ് കണക്ടിവിറ്റി ഉണ്ടായാൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഏറ്റെടുത്തുള്ള ചെയ്യണം. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്നിട്ട് 1 മാസത്തിന് ശേഷമായിട്ടുള്ളൂ. ഈ 1 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പഠനം നടത്തിയിട്ടുണ്ട്. കണ്ടെയ്നർ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളോട് അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായ സ്ഥലം കൊടുക്കാൻ വ്യവസായ വകുപ്പ് തയ്യാറായിട്ടുണ്ട്. ശ്രീ M. വിൻസെന്റ്. സർ, അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഔട്ട് ഓഫ് പോർട്ട് ഡെവലപ്മെന്റ് ഉണ്ടാകാത്തതിന് കാരണം കഴിഞ്ഞ 10 വർഷമായിട്ടും റെയിൽ കണക്ടിവിറ്റി ആരംഭിക്കാൻ കഴിയാത്തതും റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കാൻ കഴിയാത്തതുമാണ്. സർ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം റെയിൽ കണക്ടിവിറ്റി അണ്ടർഗ്രൗണ്ട് ടണലിലൂടെയാണ് റെയിൽ കണക്ടിവിറ്റിക്ക് ഇപ്പോഴത്തെ സർക്കാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉപരിതല റെയിൽവേ ആണ് അന്ന് ഡിസൈൻ ചെയ്തത്. സാറേ, ഈ ടണലിലൂടെയുള്ള റെയിൽപാത നിർമ്മാണം നടക്കുമ്പോൾ അതിൻ്റെ 2 വശങ്ങളിലും നോൺ ഡെവലപ്മെൻറ്റ് സോൺ ഉണ്ടാവും. സ്വാഭാവികമായും അതിൻ്റെ ഭൂവുടമകൾക്ക് യാതൊരു നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല. മാത്രവുമല്ല, ഇതിൻ്റെ അലൈൻമെൻറ്റിനെ കുറിച്ച് പ്രാദേശികവാസികൾക്ക് ശക്തമായ എതിർപ്പുമുണ്ട്. മറ്റൊരു കാര്യം, 2ാം ഘട്ട വികസനം വരുമ്പോൾ അവിടുത്തെ ടൂറിസവും ആ പ്രദേശത്തെ മത്സ്യബന്ധനവും തടസ്സപ്പെടുന്ന രീതിയിലുള്ള ആശങ്കകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതിന് ആ ബന്ധപ്പെട്ട ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ആൾക്കാരുമായും ടൂറിസം മേഖലയുമായും എല്ലാം ചർച്ച ചെയ്ത് റെയിൽ കണക്ടിവിറ്റിയുടെ കാര്യത്തിലും 2ാം ഘട്ട വികസനത്തിന്റെ കാര്യത്തിലും ഉണ്ടാകുന്ന ആശങ്കകൾ പരിഹരിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കുമോ? ശരി, തീർച്ചയായും ബഹുമാനപ്പെട്ട കോവളാംഗം ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം, എന്തെങ്കിലും റെയിൽ കണക്ടിവിറ്റി നമുക്ക് നിർബന്ധമായി ഉണ്ടാകണം, റോഡ് കണക്ടിവിറ്റി ഉണ്ടാകണം, പോർട്ടുമായി ബന്ധപ്പെട്ട വികസനം ഉണ്ടാകണം. അതിന് അത്തരം വികസന സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രദേശവാസികൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവരുമായി സംസാരിച്ച ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് ശ്രദ്ധിക്കും. പിന്നെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട പരാതി ഈ പോർട്ട് തുടങ്ങിയ കാലം മുതൽ
ആ ബന്ധപ്പെട്ട പരാതികൾ ഉള്ളതാണ്. സാർ, അത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവരെ ഗവൺമെൻറ് സഹായിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കും. ഒരു പോർട്ട് വന്നതുകൊണ്ട് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം മുട്ടിപ്പോവുകയോ അല്ലെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രിക്ക് തകരാറുണ്ടാകുകയോ ചെയ്യുന്ന ഒരു നടപടിക്കും ഉണ്ടാകില്ല. അത് പരിഹരിക്കാൻ അത്തരം ആളുകളുമായി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള കൂടിയാലോചനകൾ ഗവൺമെൻറ് നടത്തും. ശ്രീ കെ വി സുമേഷ്. സാറേ, തുറമുഖങ്ങളുടെ വികസനം വളരെ പ്രധാനമാണ്. നമ്മുടെ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പങ്കുണ്ട്. സാർ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നങ്ങളിൽ ഒന്നാണ് അവിടെ മലബാർ ഇൻ്റർനാഷണൽ ഗ്രീൻഫീൽഡ് പോർട്ട് എന്നത്. മുഖ്യമന്ത്രി തന്നെ ചെയർമാനായിട്ടൊരു കമ്പനി രൂപീകരിക്കുകയും അത് പ്രോജക്റ്റ് അംഗീകരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിന് സമർപ്പിച്ച് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചു എന്നാണ് സാർ മനസ്സിലാക്കിയത്. സാറ് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അങ്ങ് ശക്തമായിട്ട് ഇടപെടുമോ എന്നതാണ് സാർ. തീർച്ചയായും സാർ, ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് ഈ സംസ്ഥാനത്തെ മുഴുവൻ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുക എന്നുള്ളത്. ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 600 കിലോമീറ്റർ കടലും അതുപോലെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും 17 മിനി തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലുമുള്ള ചെറിയ പ്രോക്സിമിറ്റിയിലുള്ള ഒരു സ്ഥലമാണിത്. ഈ പോർട്ടുകളെയും മിനി പോർട്ടുകളെയും എല്ലാം ഡെവലപ്പ് ചെയ്ത് നമുക്ക് ലോജിസ്റ്റിക്സും അതുപോലെ ക്രൂയിസ് ഷിപ്പിങ്ങും എല്ലാം കൊണ്ടുവരികയും ഈ പോർട്ടുകളുമായി ബന്ധപ്പെട്ടൊരു വലിയ ടൗൺഷിപ്പുകൾ രൂപപ്പെട്ടു വരികയും അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ഒരുപാട് നിക്ഷേപങ്ങൾ ഉണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ സർക്കാർ ഈ പരിപാടിയിൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ നിക്ഷേപങ്ങൾ നടത്താൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പല ഇക്കണോമിക് മോഡലുകൾ നമ്മൾ ഉണ്ടാക്കി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ബജറ്റ് പ്രസംഗത്തിൻ്റെ പലതരത്തിലുള്ള ഇക്കണോമിക് മോഡലുകൾ ഉണ്ടാക്കി സർക്കാരിന് പൂർണ്ണമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തരത്തിലുള്ള വിവിധ വികസന പദ്ധതികൾ ഇതുമായി ബന്ധിപ്പിക്കാൻ പറ്റും. മലബാറിൻ്റെ പോർട്ട് അത് രൂപീകരിച്ച് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട അംഗത്തിന് അറിയാവുന്നതാണ്. വളരെ മന്ദഗതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. അതിനെ ഊർജ്ജസ്വലമാക്കാൻ ആ പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മലബാറിൽ ഇതിനകത്ത് വലിയ വികസന സാധ്യത മലബാറിലുണ്ട്. ഈ അഴീക്കൽ പോർട്ടും അതുപോലെ ബേപ്പൂർ പോർട്ടും ഉൾപ്പെടെ അഴീക്കോടൊക്കെയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ വികസന സാധ്യതകളുടെ ഒരു വാതിലാണ് തുറക്കപ്പെടുന്നത്. ഗവൺമെൻറ് അത് ഫസ്റ്റ് പ്രയോറിറ്റിയായി, ഒന്നാമത്തെ പരിഗണനയായി വെച്ചുകൊണ്ട് ഈ പോർട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. തീർച്ചയായും അതിലൊരു പ്രയോറിറ്റി ഈ മലബാറിലെ ഈ വികസന സംരംഭങ്ങൾക്കുണ്ടാവും. ശ്രീ നജീബ് കാന്തപുരം. സർ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സ്വപ്ന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. അന്ന് ആരംഭിച്ച ആ ഒരു വലിയ പദ്ധതി ഇന്ന് കേരളത്തിന് 2ാം ജനറേഷനിലേക്ക് കടക്കുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ പോലെ വിഷൻ സമുദ്ര നമുക്കൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. സർ, ഇതിനെ അക്കാഡമിയുമായി ഒന്ന് ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് വരുന്ന ഒരു കാലത്തെ, പ്രത്യേകിച്ചും നമ്മൾ ഏറ്റവും കാലാനുസൃതമായി നമ്മുടെ അക്കാഡമിക് നിലവാരത്തിൽ പുതിയ പുതിയ കോഴ്സുകൾ കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പഠന മേഖലയാണ്. അപ്പോൾ നമുക്ക് ഈ പോർട്ട് സിറ്റി എന്ന അങ്ങയുടെ ആശയത്തെ അക്കാഡമിയുമായി നമുക്ക് സമ്മിശ്രമായി നമുക്കൊരു സാധ്യത കൊണ്ടുവരാൻ അക്കാഡമിക് രംഗത്ത് കൂടി ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടാകുമോ? മുഖ്യമന്ത്രി. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട അംഗവിടെ ചോദിച്ചത്. കാരണം ഇതിന് അക്കാഡമിക് രംഗത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം മാരിടൈം ഹിസ്റ്ററി ഉണ്ട്. അതൊരു വലിയ സബ്ജക്റ്റാണ്. ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബജറ്റിൽ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയത്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മാരിടൈം മ്യൂസിയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ആ മാരിടൈം മ്യൂസിയം കാഴ്ചകൾ കാണാനുള്ള ഒരു മ്യൂസിയം മാത്രമല്ല, അതിനെ അക്കാഡമിക് ലോകവുമായി ബന്ധപ്പെടുത്തുന്ന അക്കാഡമിക് പ്രോഗ്രാമുകൾ കൂടി ഈ മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ലോകത്തിൻ്റെ മുഴുവൻ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും ഈ മാരിടൈം ഹിസ്റ്ററി അനാവരണം ചെയ്യപ്പെടുന്ന, പോർച്ചുഗീസുകാർ കാപ്പാട് കടപ്പുറത്ത് ഇറങ്ങിയത്, ഡച്ചുകാരുടെ വരവ്, ബ്രിട്ടീഷുകാരുടെ വരവ്, കുഞ്ഞാലിമരക്കാർ നടത്തിയ വീരോചിതമായ പോരാട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാവും. മാരിടൈം ഹിസ്റ്ററി, അതുപോലെ ലോജിസ്റ്റിക്സ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വിഷയമാണ്. മൂന്നാമത് മാരിടൈം ലോ. നമുക്ക് ബോംബെ കേന്ദ്രീകരിച്ച് ആണ് മാരിടൈം ലോയുമായി ബന്ധപ്പെട്ട ആർബിട്രേഷനുകളും മറ്റുമുള്ളത്. ഇപ്പോൾ തന്നെ പല കോളേജുകളിലും, തിരുവനന്തപുരത്ത് തന്നെ മാറിവാനിയസ് കോളേജിൽ LLM-ന്റെ കോഴ്സ് ഈ പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ LLM മാരിടൈം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തതാണ്.
അപ്പോൾ ഒരുപാട് മാരിടൈം ലോ, ലോജിസ്റ്റിക്സ് തുടങ്ങിയ നിരവധി കോഴ്സുകൾ, നിരവധി സബ്ജക്റ്റുകൾ കൂടി തൊഴിൽ സാധ്യതയുള്ള നിരവധി അക്കാഡമിക് പ്രോഗ്രാമുകൾ കൂടിയുള്ള സാധ്യത വഴിതുറക്കും. ഗവൺമെൻറ് ഗൗരവതരമായി അത് ഈ പോർട്ട് സിറ്റിയുടെ ഭാഗമായി അതിന് പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കും. ശ്രീ സജി ചെറിയൻ. സാർ, നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി നിലവിൽ തന്നെ ഒരുപാട് ആളുകളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നമ്മൾ ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈ 13,000 കോടി രൂപ അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണ്. അപ്പോൾ ഒരുപാട് സ്ഥലം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. സാർ, അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൺജസ്റ്റഡ് ആണ്. വളരെ 1-2 സെൻറ്റ് സ്ഥലങ്ങളാണ് മത്സ്യത്തൊഴിലാളി മുഴുവൻ താമസിക്കുന്നത്. അവർക്ക് എത്ര നമ്മൾ സപ്പോർട്ട് ചെയ്താലും പരിമിതികളുണ്ട്. അവർക്ക് ഇനി അവിടെ താമസിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഒരുപാട് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരും. ഒരു പ്രത്യേക പുനരധിവാസ പാക്കേജ്, അതായത് കെട്ടിടം കെട്ടിക്കൊടുത്ത് നല്ല സൗകര്യത്തോടു കൂടി ഭൂമി ഏറ്റെടുത്ത് അവർക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു പ്രത്യേക പാക്കേജ് ഇതിനകത്ത് വരുന്നില്ല. നമ്മുടെ ഈ നിലവിലുള്ള നമ്മുടെ ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഒരു പ്രത്യേക പാക്കേജ് തൊഴിലാളിക്ക് വേണ്ടി ഉണ്ടാക്കാൻ ശ്രമിക്കും. മുഖ്യമന്ത്രി. സർ, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ലോകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ വികസനത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്, ഡെവലപ്മെൻറ്റിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. സർ, ഓരോ പ്രദേശത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഡെവലപ്മെൻറ്റ് വിക്ടിംസ് എന്ന് പറയുന്ന വികസനത്തിൻ്റെ ഇരകൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ വികസന പാക്കേജിനോടൊപ്പം ആ വികസനത്തിൻ്റെ ഇരകളെ, ഡെവലപ്മെൻറ്റ് വിക്ടിംസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാകണം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ പ്രത്യേകമായി 475 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് വെച്ചത്. നമുക്കറിയാം, ഇത് ക്ലൈമറ്റ് ചേഞ്ച് വന്നതിന് ശേഷം തീരെ ശോഷണം ഉണ്ടാകുകയാണ്. ഒരു പ്രദേശത്ത് 14,000 മീറ്റർ ദൂരത്തിൽ ഒരു ഭിത്തി വരുമ്പോൾ, കടൽ ഭിത്തിയാണ് വരുന്നത് പോർട്ടിൻ്റെ ഭാഗമായിട്ട്, അത്രയും പ്രദേശത്ത് കടലാക്രമണം ഉണ്ടാവില്ല. പക്ഷേ ബാക്കിയുള്ള ഭാഗത്തേക്കുള്ള കടലാക്രമണം രൂക്ഷമാകുകയും ചെയ്യും. അതൊരു സാധ്യതയാണ്. അപ്പോൾ ഞാൻ തന്നെ ഈ നിയമസഭയിൽ വന്ന് വലിയ തുറയിൽ സിമന്റ് ഗോഡൌണിൽ കടന്നിരുന്ന കുടുംബങ്ങളെക്കുറിച്ച് ഈ നിയമസഭയിൽ വന്ന് കൈകൂപ്പി സംസാരിച്ചിട്ടുണ്ട്, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണമെന്ന്. ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഏത് ഡെവലപ്മെൻ്റ് ഉണ്ടായാലും അതിനോടനുബന്ധിച്ച് ഡെവലപ്മെൻറ്റ് വിക്ടിംസ് ഉണ്ടായാൽ അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനം തന്നെയായിരിക്കും. ഈ വിഴിഞ്ഞം, അതാണ് പോർട്ട് സിറ്റി അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഗവൺമെൻറ് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ പോർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ 1/3 ഭാഗമെങ്കിലും തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാരുടെ മക്കൾക്ക് കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നമുക്കെന്താ ഒരു അഡ്വാൻറ്റേജ്? നമ്മുടെ ഏത് ഗ്രാമത്തിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ കിട്ടും, മെക്കാനിക്കൽ എഞ്ചിനീയറെ കിട്ടും, ഒരു MBA കിട്ടണോ? കിട്ടും. MCA വേണോ? എല്ലാ വിദ്യാഭ്യാസ യോഗ്യതയുള്ളതും ടാലന്റ് ഉള്ളതുമായ ആളുകൾ നമ്മുടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരേ അവസരത്തിൽ ഏത് സ്ഥലത്ത് വികസനം വന്നാലും ആ വികസനം നടക്കുന്ന സ്ഥലത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിനു കൂടി മാറ്റമുണ്ടാകണം എന്നുള്ള ഒരു ഉദ്ദേശം ഈ ഗവൺമെന്റിന് ഉണ്ടാകും. ആ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സങ്കടങ്ങളോടൊപ്പം കൂടെ നിൽക്കുകയും അവരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ശ്രീ ചാണ്ടിയുമ്മൻ. കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം പദ്ധതി ആസൂത്രണം ചെയ്തത്. പക്ഷെ ആ പദ്ധതിക്കെതിരെ 6,000 കോടി രൂപയുടെ അഴിമതിയാണ് സാർ ആ സമയത്ത് ഉന്നയിച്ചത്. അപ്പം അതിനെ എന്തുകൊണ്ടായിരിക്കും ഉന്നയിച്ചത്? തടസ്സപ്പെടുത്താൻ വേണ്ടിയാണോ? ഒപ്പം ഇത് അന്വേഷിച്ച ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷന്റെ കണ്ടെത്തലൊന്ന് വിശദീകരിക്കണം. സാറേ, ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. നല്ല പ്രധാനപ്പെട്ട സംരംഭങ്ങളിലേക്ക് പോകുമ്പോൾ, പ്രധാനപ്പെട്ട പദ്ധതികളിലേക്ക് പോകുമ്പോൾ നാടിൻ്റെ മുഖച്ഛായ മാറ്റാനുള്ള പദ്ധതികളുമായി ഭരണാധികാരികൾ രംഗത്തിറങ്ങുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുക, ആക്ഷേപങ്ങൾ ഉണ്ടാകുക എന്നാണ്. ഇതെല്ലാം നമുക്കറിയാം. നമ്മളെപ്പോഴും ആവർത്തിച്ച് ക്ലീഷേ വന്ന ഒരു വാചകമുണ്ട്. ട്രാക്ടർ വന്നപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടർ വന്നപ്പോഴും ഒക്കെ ഈ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ അതൊരു 6,000 കോടി രൂപയുടെ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് എന്നുള്ളൊരു ആരോപണം പറഞ്ഞിരുന്നു. അന്ന് ആരോപണം ഉന്നയിച്ച ആളുകളാണ് ഇന്ന് വിഴിഞ്ഞം പോർട്ടിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ മറ്റൊരു വിരോധാഭാസമാണ്. പക്ഷേ CN രാമേന്ദ്രൻ നായർ കമ്മിറ്റി ഇത് അന്വേഷിക്കുകയും ഒരു തരത്തിലുള്ള അഴിമതിയോ ഒരു തരത്തിലുള്ള അവിഹിത ഇടപാടുകളോ ഈ കൺസെഷനെയറുമായി ബന്ധപ്പെട്ടില്ലെന്നും അത് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സംസ്ഥാനത്തിൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കാനുമുള്ള മികച്ച ഒരു പദ്ധതിയാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടിയാണ് ആ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ഫൈസൽ ബാബു.
സാർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ശുഭകരമായ വാർത്തകളാണ് ഓരോ ദിവസം വരുന്നത്. കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSC ഗ്രൂപ്പ് 13,000 കോടിയുടെ നിക്ഷേപം വിഴിഞ്ഞത്ത് നടത്താൻ പോകുന്നു എന്നതാണ്. എൻ്റെ ചോദ്യം ഇതാണ്: വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസന ഫലങ്ങൾ മലബാർ മേഖലയിലേക്കും വ്യാപിപ്പിക്കുന്നതിന് ബേപ്പൂർ തുറമുഖം ആധുനികവൽക്കരിക്കുകയും അവിടെ ഒരു മൈനർ കണ്ടെയ്നർ ട്രാൻസ്മാൻഷിപ്പ് അല്ലെങ്കിൽ ഫീഡർ കണ്ടെയ്നർ ടെർമിനൽ സ്ഥാപിക്കുന്നതിൻ്റെ സൂചനകളൊക്കെ നേരത്തെ CM ഇവിടെ പറഞ്ഞിരുന്നു. അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? അതിന് പ്രത്യേകമായ പദ്ധതികളുണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഈ MSC കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ അംഗം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞു. സർക്കാരിൻ്റെ മുമ്പിൽ ഫയലൊന്നും വന്നിട്ടില്ല. സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അത്തരമൊരു നിക്ഷേപം നടത്താൻ പറ്റുള്ളൂ. സർക്കാരിൻ്റെ മുമ്പിൽ അത്തരമൊരു കാര്യം വന്നാൽ സർക്കാർ അത് പരിശോധിക്കും. വിഴിഞ്ഞം തുറമുഖം മാത്രമല്ല, കേരളം മുഴുവൻ ഒരു തുറമുഖ നഗരമാക്കാനുള്ള ഒരു പദ്ധതി. വിഴിഞ്ഞം ഒരു പ്രധാന പോർട്ടാണ്. കൊച്ചി പോർട്ടുണ്ട്, കണ്ടെയ്നർ ടെർമിനലുണ്ട്, അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്, നിരവധി പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടേണ്ട ഒരു പരമ്പരാഗതമായ ഒരു തുറമുഖമാണ് ബേപ്പൂർ. തീർച്ചയായിട്ടും ബേപ്പൂരിന് അതിൽ വലിയ പ്രാധാന്യം ഉറപ്പായും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർട്ടുകൾ ഒന്ന് കോവളം വിഴിഞ്ഞം, അതൊരു പോർട്ട്. കൊല്ലം, അഴീക്കൽ, ബേപ്പൂർ, ഈ കാര്യങ്ങൾക്കാണ് ആദ്യത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആദ്യത്തെ ലോജിസ്റ്റിക്സ് തന്നെ, നമ്മൾ ആദ്യം യാത്ര ചെയ്യുന്ന ലോജിസ്റ്റിക്സ് തന്നെ ഈ തീരങ്ങളിൽ അണയാൻ വേണ്ടിയിട്ട്, ഈ പോർട്ടുകളിൽ അണയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനവും അതിനോടുള്ള അനുബന്ധ സംവിധാനങ്ങളും ഈ പോർട്ടുകളിൽ ഉടൻ തന്നെ ഏർപ്പെടുത്തും. നിയമസഭാ സമ്മേളനം കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ടീം തന്നെ ഈ പോർട്ടുകൾ സന്ദർശിച്ച് അവിടെയുള്ള കുറവുകൾ മനസ്സിലാക്കി അടിയന്തരമായി ആ കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം. നമുക്ക് ഈ വർഷം തന്നെ നമുക്ക് ക്രൂയിസ് ഷിപ്പിംഗ് തുടങ്ങാനും ലോജിസ്റ്റിക്സ് തുടങ്ങാനും ഉള്ള ആഗ്രഹത്തിലാണ് ഗവൺമെൻറ്. അതിനുള്ള പ്രാരംഭമായ നടപടികൾ ഗവൺമെൻറ് ആരംഭിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ അതിനുള്ള നടപടികൾ പൂർത്തിയാക്കും.